ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ. ഇന്നൊരു കർക്കിടകത്തിലെ ഒരു മരുന്ന് കഞ്ഞിയുടെ വീഡിയോ കേട്ടാ. അപ്പോൾ മരുന്ന് കഞ്ഞി അരച്ചിട്ടുള്ള വീഡിയോ, മരുന്നൊക്കെ അരച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ ഇത് ഞാൻ എളുപ്പത്തിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് മരുന്നുകളൊന്നുമില്ല കേട്ടാ ഇതിന്. ഞാനിപ്പോൾ മെയിനായിട്ട് എടുത്തുള്ളത് കുറുന്തോട്ടി കേട്ടാ. ഒരു 10 വലിയ കുറുന്തോട്ടിയാണ് കേട്ടത്. ഈ കുറുന്തോട്ടി എൻ്റെ അച്ചമ്മയൊക്കെ പറയും 100 കുറുന്തോട്ടി തിന്നണത് ഒരു ആട്ടുംതല തിന്നണതിന് പോലെ അത്രയും ഗുണം അത്രട്ടാ ഈ കുറുന്തോട്ടിക്ക്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു മരുന്ന് കഞ്ഞിയിൽ ഒരു 10 വേര് വെച്ച് ഉൾപ്പെടുത്തിയാലും സമൂലാട്ടാ ആ ആട്ടുംതലരെ ഫലം ചെയ്യൂട്ടാ. അപ്പോൾ പുത്തരിച്ചുണ്ടും ഞാൻ ചേർക്കാറുണ്ട്, പക്ഷേ പുറം നടന്നിട്ടാ പുത്തരിച്ചുണ്ട എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു ഗ്ലാസ് അരിയും ഒരു 2 ടേബിൾ സ്പൂണ് ഉലുവ കുതിർത്തിയതും കൂടിയിട്ട് അത് വേവാനുള്ള വെള്ളം കൂടിയിട്ട് ഉണങ്ങലരിയാണ് കേട്ടാ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെട്ടാ. അപ്പോൾ കുറുന്തോട്ടീനെ കുറിച്ചിട്ട് പറയാം. എൻ്റെ വീടിൻ്റെ പറമ്പും നിറയെ കുറുന്തോട്ടിയായിരുന്നു കേട്ടാ. അപ്പോൾ ഈ മരുന്നഞ്ഞിയൊക്കെ ഉണ്ടാക്കണ കാലമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി അരച്ചുണ്ടാക്കുക ചെയ്യട്ടാ. അങ്ങനെ ഞാൻ അരച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ അതൊക്കെ കഷ്ണാക്കിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയാകുമ്പോൾ എല്ലാവർക്കും പറ്റുമല്ലോ. ഇപ്പം മിക്ക ആളുകളും അമ്മി ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയും. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സത്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ആ ചണ്ടി ഇട്ടത് ഇനി ഇത് നമുക്ക് നല്ല ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ നമുക്കിത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ലൈക്കൊക്കെ തരിക, എല്ലാവരും കമൻറ്റുകളും ഒക്കെ അറിയിക്കട്ടാ. അപ്പോൾ ഒരു വലിയ 10 കുറുന്തോട്ടിയാണ് കേട്ടോ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പോൾ അരച്ചെടുത്തത്. ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അപ്പോൾ ആ വെള്ളം നമുക്ക് വേണം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 ടീസ്പൂണ് പച്ചമല്ലിയും 1/2 ടീസ്പൂണ് മുഴുവൻ കുരുമുളകും, ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം നാളികേരത്തിൽ കൂടെ അരച്ചാലും കുഴപ്പമില്ല കേട്ടാ. 1/2 ടീസ്പൂണ് കടുകും അതും നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ മല്ലിയൊന്നും ശരിക്കാണ്ട് അറിയില്ലല്ലോ, പച്ച മല്ലിയല്ലേ. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ചണ്ടി ഒന്ന് മാറ്റി കൊടുക്കട്ടാ. അതും കുറുന്തോട്ടിയുടെ നമ്മളാ നീരിൽ കൂടെ ഒഴിച്ചു കൊടുക്കട്ടാ. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ഉലുവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ഇത് വെന്താ നോക്കിയപ്പോൾ ഒക്കെ നന്നായിട്ട് വെന്തിരിക്കണം കേട്ടാ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ഉണ്ടല്ലോ നമ്മളെ എന്താ അതിൻ്റെ ഒരു ഗുണം എന്നറിയോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളാ കടുകും ജീരകമൊക്കെ അരച്ച അതും ഇതിലുണ്ട് കേട്ടാ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി ഈ മരുന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ കുറച്ചും കൂടി ആ പാത്രം കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടാ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. ഒരുപാട് മരുന്നുകളൊന്നും വേണ്ടട്ടാ. ഈ ഒരു കുറുന്തോട്ടി തന്നെ ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മരുന്ന് മേടിച്ചിട്ടുണ്ടാക്കുമല്ലോ, എന്തൊക്കെ പൊടിയാന്ന് അറിയോ. അപ്പം നമുക്ക് അത് ഒരു അളവുണ്ട്. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വായയ്ക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടാ. കഴിച്ചിട്ട് ഈ കഞ്ഞിക്ക് ഒരു രുചി വ്യത്യാസം ഒന്നുമില്ല കേട്ടാ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു മുറി നാളികേരത്തിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി വേണമെങ്കിൽ ഒരു നുള്ളു ജീരകം അതിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ജീരകം. ആ നാളികേരം നല്ല ഒക്കെ തിളച്ച് മരുന്നൊക്കെ വെന്തപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ടാ. ഇനി നന്നായിട്ട് ഒന്ന് ഈ വെളുത്തുള്ളിയൊക്കെ നമ്മൾ കൂട്ടി അരച്ചതാണല്ലോ, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ആ ജാറും കഴുകിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടാ. അപ്പോൾ ഈ മരുന്നിൽ അരി വേവിച്ചുകൂടെ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ ഫിസിലടിക്കുമ്പോൾ ഈ കുക്കറിൽ കൂടെ അങ്ങനെ ആ മരുന്നൊക്കെ പുറത്ത് പോകട്ടെ. അപ്പം നമുക്ക് ഇതിൽ ഫലപ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മരുന്ന് അരി വെന്തതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ മുഴുവനായിട്ട് നമുക്കുള്ള ഇതൊക്കെ നമുക്ക് നമ്മളെ ശരീരത്തേക്ക് കിട്ടുമല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഞാൻ അരി അതിലിട്ട് വേവിക്കാതിരുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊക്കെ കൂട്ടി ഇളക്കി ഈ മഞ്ഞപ്പൊടി ഇട്ടുണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ചിലർ ഉള്ളിയൊക്കെ താളിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിയുടെ പരിപാടി കഴിഞ്ഞിട്ടാ. എന്നിട്ട് നല്ല എന്തേലും ഉപ്പേരിയാ പപ്പടാ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ചമ്മന്തി എന്തായാലും വേണ്ടില്ല, ഇത് അങ്ങനെയായാലും നമുക്കിത് കഴിക്കട്ടാ. പിന്നെ ഈ ഇതുപോലെ മരുന്ന് കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിക്കുമ്പോൾ ഇപ്പം നമുക്ക് ശോധനയൊക്കെ കുറച്ച് പിന്നോക്കമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് രാവിലെ നന്നായിട്ട് ശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയറൊക്കെ നല്ല സുഖമാവും കേട്ടോ വയറിന്. അപ്പോൾ ഇതേപോലെയൊക്കെ മരുന്നഞ്ഞൊക്കെ ഒന്ന് വെച്ച് കുടിച്ച് നോക്കിയേട്ടാ ഈ ഒരു രീതിയിൽ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കി. അപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടാ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നാളികേരമൊക്കെ ചേർത്തതല്ലേ അടിയിലൊന്നും പിടിക്കും, ഇങ്ങനെ ഇളക്കി കൊടുക്കാതിരുന്നുണ്ട് വെച്ചിങ്ങനെ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ കഞ്ഞിയൊക്കെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കർക്കിടകത്തിലെ ഒരു മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂട്ടുകാർ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.